നമസ്കാരം. ഇത് കോഴിക്കോട് കല്ലായിൽ വെച്ചുള്ള പരിപാടിയാണ്. അതും ലക്കിന് കിട്ടിയതാണ്. അതാ പറഞ്ഞേ, ഭാഗ്യമുണ്ടെങ്കിൽ എവിടുന്ന് നടക്കും. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ജോലിയുള്ള സമയത്താണ്. ഒരു 25 വയസ്സൊക്കെ ഉള്ളൂ എനിക്ക് അന്ന്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ചെക്കനും പെണ്ണും പ്രേമിച്ച് ഒളിച്ചോടിയത് ഒരു കോഴിക്കോട്ടേക്കാണ്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ ഭയങ്കര റിച്ചുമാണ്, ജാതിയിൽ ഇച്ചിരി മുന്തിയതാണ്. ചെക്കൻ ജാതിയിൽ കുറഞ്ഞതും പാവപ്പെട്ട വീട്ടിലെത്താണ്. പ്രേമം തലക്ക് പിടിച്ചപ്പോൾ അവൾ ഇറങ്ങിപ്പോന്നു. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കനെ കിട്ടിയാൽ ശരിയാക്കി കളയും. പോലീസിലും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇവള് സ്വർണ്ണമൊക്കെ എടുത്ത് പോയി എന്നാണ് പറഞ്ഞേക്കണം. പക്ഷേ ഇവള് സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ല, കേസിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം തൽക്കാലം അവിടെ നിൽക്കാൻ പറ്റില്ല. അതാണ് അവർ കോഴിക്കോട് എത്തിയത്. അപ്പോൾ ഞാൻ ലീവിന് വന്ന സമയം, അപ്പം ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് മാത്രമേ ഇവർ കോഴിക്കോട് എവിടെ ഉണ്ടെന്ന് അറിയുള്ളൂ. അപ്പോൾ അവർക്ക് കുറച്ച് പൈസ എത്തിക്കണം, ഒരു 10,000 റുപ്പീസ്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക. ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കോളാം. ഞാൻ ഈ പൈസ കൊണ്ട് ഞാൻ കോഴിക്കോട്, ഞാൻ ബസ്സിനാണ് പോയത്. അപ്പോൾ ട്രെയിൻ യാത്രയൊക്കെ മടുത്ത് വന്നതല്ല. അപ്പോൾ ബസ്സിൽ ആയിക്കോട്ടെ, ഇങ്ങനെ റോട്ടിലെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാമല്ലോ. അങ്ങനെ ഞാൻ ഒരു 11 മണിക്ക് ഞാൻ കോഴിക്കോട് ഇറങ്ങി. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അപ്പോൾ അവിടുന്ന് 2 കിലോമീറ്ററൊക്കെ ഉള്ളൂ കല്ലായിക്ക്. 2 ചില്ലറ. അന്ന് എനിക്ക് നടക്കാൻ ഭയങ്കര സ്ഥലമില്ല. അപ്പോൾ ഓട്ടോ ഒന്നും വിളിച്ചില്ല. ഞാൻ നേരെ നടന്ന് പാളയം ജംഗ്ഷനിലെത്തി. അപ്പോൾ അവിടെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. കുറേ ആൾക്കാർ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ വിളിച്ച് അവിടെ പോകേണ്ട എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നോടൊന്നും ചോദിച്ചില്ല. അങ്ങനെ ഞാൻ നടന്ന് കല്ലായി പാലവും കടന്ന് കല്ലായി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. അപ്പോൾ അത് മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെ കല്ലായി റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ പ്ലാറ്റ്ഫോമിൻ്റെ ഇത് ക്രോസ് ചെയ്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിൽ ഒരു സൈഡിലായിട്ട് ഒരു ഇടവഴി അങ്ങനെ പോകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ ബാക്കിൽ സൈക്കിളൊക്കെ ആണെങ്കിൽ റെയിൽ കടത്തി കൊണ്ടുപോകാം, വാഹനങ്ങൾ അതിൽ വരില്ല. അപ്പോൾ ഇത് പോണത്, ഈ വഴി ചെന്ന് ചേരണത് ഈ പന്നിയങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലെവൽ ക്രോസ് കഴിഞ്ഞ ഒരു റോഡ് വരുന്നുണ്ട്. ആ റോഡിൽ ചെന്ന് ടച്ച് ചെയ്യും ഈ വഴി. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നടന്നു തന്നെ പോകണം. അപ്പോൾ രാത്രി സമയമായി കഴിഞ്ഞാൽ അവിടെ റെയിൽവേൻ്റെ ഒരു ക്വാർട്ടേഴ്സ്, അവിടെ ആൾതാമസമൊന്നും ഇല്ലാതെ തോന്നണം. പിന്നെ ഒരു സൈഡിൽ തോടും ഒരു ഇടവഴിയാണ്. അതായത് ഒരു 100 മീറ്ററോളം വിജനമാണ്, വീടുകളൊന്നുമില്ല. അപ്പോൾ അവിടെ കള്ളുടിക്കാരും ആഭാസന്മാരും കഞ്ചാവ് വലിക്കാരുടെയൊക്കെ കേന്ദ്രമാണ്. എനിക്കതൊന്നും അറിയില്ലല്ലോ. ഞാൻ അവിടെ എത്തുമ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ റെയിൽ ക്രോസ് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ രാത്രി ആരോടും ചോദിക്കാനും പറ്റില്ല, അവിടെ ഒന്നും ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഇടവഴീൻ്റെ എൻഡിൽ ചെറിയൊരു പാലമുണ്ട്. ആ പാലം കടന്നാൽ പിന്നെ ഒരു പറമ്പ് പോലെ വലത്തെ സൈഡിൽ കാണുന്ന വീടാണ്. ആ എത്രാമത്തെ വീടാണെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായാലും എനിക്ക് അവിടെ എത്താൻ ഒരാളോട് ചോദിക്കണ്ട. അങ്ങനെ ഞാൻ ഈ ഇടവഴിയിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴാണ് നിൽക്കണ അവിടെ എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ നോക്കുമ്പോൾ 3 ആൾക്കാരുണ്ട്. അതിൽ ഒരുത്തൻ തടിയും മണ്ണൊക്കെ ഉണ്ട്, മറ്റവന്മാരൊരു ആവറേജ്. എവിടെ കട പോകണമെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ താഴ്ന്നു ഇവിടെ അടുത്തൊരു വീട്ടിൽ പോവാണ്. ഏത് വീട്ടിലാണ്? ഇവന്മാരും മിരട്ടുകയാണ്. ഇങ്ങോട്ട് നീങ്ങിയ കിടന്നിട്ട് പോക്കറ്റിൽ എന്താ ഉള്ളത് ഒക്കെ ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇവന്മാരെ സൂക്കരുത്. എൻ്റെ പോക്കറ്റിൽ കൈയിടാൻ വന്നത്. ഞാൻ പറയും പോക്കറ്റിൽ കൈയിടരുത്. അപ്പം അന്ന് ഞങ്ങൾ കമാൻഡോ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ പ്രാക്ടിക്കലാക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ്. ഇവർ 3 ആളും വെള്ളം അടിച്ചിട്ടുണ്ട്. ഈ 3 ആളെ എനിക്ക് അടിച്ച് തള്ളിയിടാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് വന്നു. ഞാൻ അവരോട് നല്ല നിലക്ക് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. എൻ്റെ അടുത്ത് നിങ്ങൾ കളിച്ചാൽ നിങ്ങൾ പിന്നെ ഇന്നത്തെ ദിവസം മറക്കൂല. വെറുതെ ആവശ്യമില്ലാത്തതിന് നിൽക്കണ്ട പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ തോണ്ടാണ് ഈ തടിയും പറഞ്ഞുള്ളത്. കൊടുത്ത് അവനാദ്യം അടിച്ച്
പിന്നെ 3 ഒരു 5-6 മിനിറ്റ് കൊണ്ട് 3 ഞാൻ അടിച്ച് നിലത്തിട്ട്. പിന്നെ ഞാനവിടെ നിന്ന് ഓടുക. ഓട്ടത്തിന് ഞാൻ എക്സ്പെർട്ടാണ്. കാരണം എനിക്ക് ജോലി കിട്ടിയത് തന്നെ അന്ന് മധ്യമേഖല എക്സ്പേർട്സ് ഉണ്ടായി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ഈ ജില്ലകളിലുള്ള അത്ലറ്റുകൾ, ഈ ഹൈസ്കൂൾ സ്റ്റുഡൻസിൻ്റെ അത് ഏലൊരു ഫാക്ടറി സ്കൂളിൽ വെച്ച് മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ 1500 ഫസ്റ്റ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് ജോലിയും കിട്ടിയത്. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നുണ്ടാണ്. ഇന്നത്തെ പോലെ എഴുത്ത് പരീക്ഷ അങ്ങനത്തെ ഒന്നുമില്ല. അന്ന് ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുക്കും. അപ്പോൾ 1500 ഓടിയ ആളല്ലേ, കുറഞ്ഞ നീലാവുമുണ്ട്. ഞാനാണ്ട് റണ്ണ്. അപ്പോൾ ഈ പറഞ്ഞ പാലം കിടന്ന് പറമ്പ് കിടന്ന് ഞാൻ ആ വീടിൻ്റെ കറക്റ്റ് ചെല്ലുമ്പോൾ അവരൊക്കെ കോലയിൽ ഇങ്ങനെ ഇരിക്കണം. കാരണം ഞാൻ വരുന്നുണ്ടെന്ന് അവർക്ക് ഇൻഫർമേഷൻ ഉണ്ട്. അതിൽ ഞാൻ അവിടെ ചെന്ന് കോലയിൽ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാതെ കൊണ്ടാണ്. അപ്പോൾ ഉണ്ട് അവിടുത്തെ അമ്മ എന്നോട് ചോദിച്ചേ, എന്താണെന്ന് നിനക്കൊരു എന്തോ ഒരു ബേജാറ് പോലെ. അപ്പം ഞാൻ ഉണ്ടായ സംഭവം പറയും. 3 പേരുണ്ട്. ചിലപ്പോൾ അവർ ഇങ്ങോട്ട് വന്നാൽ അറിയൂ. അപ്പം പറഞ്ഞു, ഇതിലെ വഴിയല്ല, നീ എങ്ങോട്ടാണ് പോയതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങോട്ട് വരികയൊന്നുമില്ല. അതൊക്കെ ആ റെയിലിൻ്റെ അവിടെ ഉള്ള ആൾക്കാരാണ്. അത് അവിടുത്തുകാരും അല്ല. ഇതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന ഈ തെമ്മാടി കൂട്ടങ്ങളാണ്. അവരിങ്ങോട്ടൊന്നും വരില്ല. അങ്ങനെ ഞാനവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി തന്നു. എന്നോട് വിശ്രമിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ പൈസ ഒക്കെ എടുത്ത് കൊടുത്ത് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നു. ഞാൻ പോകാനൊരുങ്ങാം. അപ്പം ഞാൻ പൈസ കൊണ്ടുപോകണ വീട്ടിൽ ആ വീടിൻ്റെ ഒരു പോർഷനാണ് ഈ പറഞ്ഞ കപ്പിൾസ് വാടക എടുത്തേക്കണം. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ വീട്ടിൽ ഒരമ്മ, ഒരു മോന്, അതിൻ്റെ ഭാര്യ, അതിൻ്റെ കുട്ടി, ഇത്രയും പേരുള്ളൂ. ഭാര്യ തലശ്ശേരിക്കാരത്തിയാണ്. അപ്പോൾ ഒരു പോർഷൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു മുറിയും പിന്നെ അടുക്കള ബാക്കിലെ യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു ചെറിയ വാടകയേ ഉള്ളൂ. ആ വീട്ടിലാണ് ഞാൻ ഓടി കയറിയത്, ചെന്നത്. അപ്പോൾ എന്നെ ഇവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോകാനൊരുങ്ങുമ്പോൾ അവർ പറഞ്ഞ്, വൈകുന്നേരം പോവാം, രാത്രി വണ്ടിക്ക് പോവാം, ഏതായാലും ഇന്നലെയൊക്കെ ഉറക്കൊഴിച്ചാലേ, വിശ്രമിക്ക്. ഞങ്ങൾക്ക് കടുക്ക വാങ്ങിയിട്ടുണ്ട്, ഉച്ചക്ക് ഫുഡിന് കടുക്ക വാങ്ങിയത്, കടുക്ക പൊരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അവരുടെ കണ്ണിലേക്ക് നോക്കിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ എനിക്ക് തരാൻ പോണ കടുക്ക എന്താണെന്ന്. കാരണം അവരുടെ കണ്ണുകൾ അങ്ങനത്തെ ഒരു അടയാളം എനിക്ക് തരണുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച്, ഇവിടെ ഈ മോനും മകളും കുട്ടിയുണ്ടല്ലോ, ഇപ്പോൾ എങ്ങനെ ഇത് ഒപ്പിക്കാമെന്ന് ആലോചിക്കുമ്പോൾ ഇവരുടെ വായിൽ നിന്ന് തന്നെ വീടും. ഇവരുടെ അവളുടെ വീട്ടിൽ, ഈ പെണ്ണിൻ്റെ വീട്ടിൽ തെയ്യോ അങ്ങനെ എന്തോ പരിപാടി ഉണ്ട്. തലശ്ശേരി മലബാറിലെ തെയ്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവർ പോവാണ്. അപ്പോൾ ഇവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ എസ്കേപ്പ് ആയേക്കുക. അപ്പോൾ ഇവർ മാത്രമാണ് അവിടെ ഉണ്ടാവുള്ളൂ. മകനും മരുമകളും കുട്ടി തലശ്ശേരിക്ക് പോകും. അവർ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറും. ഇത്രയും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കടുക്ക തരാൻ പോകുന്ന സംഭവം. ഇവർക്ക് ഭർത്താവ് മരിച്ചിട്ട് കുറേ കണ്ണുണ്ടല്ല, കാമം കത്തി നിൽക്കണ കണ്ണ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും പെണ്ണുങ്ങളുടെ സൈക്കോളജി, അവരെന്താ ഉദ്ദേശിക്കണമെന്ന്. ആയിക്കോട്ടെ, മനസ്സോടെ നിൽക്കണ പോലെ നിന്ന്. അപ്പോൾ ഈ പറഞ്ഞ കപ്പിൾസ് എന്ന് പറഞ്ഞാൽ അവരവരുടെ റൂം, ഞാനിവിടെ ഉറങ്ങുകയല്ലേ, എനിക്ക് ഇവരുടെ പ്രധാന ഭാഗത്താണ് ഒരു മുറിയാണ് കിടക്കാൻ തന്നേക്കണത്. അങ്ങോട്ട് ഇവർ കയറി വരില്ല. അതുമല്ല, യാത്ര കഴിഞ്ഞ് ഞാൻ ഉറങ്ങുകയല്ലേ. അങ്ങനെ മോനും മരുമകളും ഒക്കെ പോയി കഴിഞ്ഞ് തള്ള എൻ്റെ മുറിയിൽ വന്നു. ഉറങ്ങി വെച്ച് ഇല്ല പറഞ്ഞു, ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞാൽ മുന്നിലെ വാതിലടച്ചിട്ട് വരാറ്. അതിനടുത്തിരുത്തി ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് ചായച്ച് കിടത്തി. ചോദ്യം പറച്ചിലൊന്നുമില്ല, വിധേയത്വം. അതായത് എനിക്ക് തരാനാണ് അവർ വന്നതെന്ന് എനിക്ക് മനസ്സിലായി, അവർക്കും മനസ്സിലായി. പിന്നെ ഫോർമാലിറ്റീൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവർ മുണ്ടും ബ്ലൗസ് കിട്ടാനാണ്, ഞാൻ ബ്ലൗസ് അഴിച്ച്. അന്നൊക്കെ നൈറ്റൊന്നും വല്ലാണ്ട് പബ്ലിസിറ്റി ആയിട്ടില്ല. ബ്ലൗസ് അഴിച്ച് ബ്രേസിയർ ഊരി, നിപ്പിൾസൊക്കെ ചെറുത്, അതുമേൽ വല്ലാണ്ട് പണി നടന്നിട്ടില്ല. റോസ് കളറ്. പിന്നെ മുണ്ടും പാവാട അഴിച്ചപ്പോൾ ഉണ്ട്. സദ്യയൊക്കെ ഇട്ട് നല്ല വൃത്തിയിലാണ്. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ കയറ്റി കിടത്തി അതിനെ നന്നാക്കി. എന്താ പറയുക, എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു പെണ്ണിനെ കിട്ടിയ അവർക്ക് ആനന്ദം കൊടുക്കുക എന്നുള്ള.
അതിലൂടെ നമ്മൾക്ക് സുഖം കിട്ടും. വൈകുന്നേരം ആയപ്പോൾ ഉണ്ടല്ലോ ഒരു 3 എണ്ണം കൊടുത്ത് അവരെന്നോടൊക്കെ ഒരു കാര്യം പറയും, നാളെ പോവാ, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്ക്, ഇതേപോലെ ചാൻസ് ഇനി നമ്മുടെ ലൈഫ് കിട്ടില്ല പറയും. ആയിക്കോട്ടെ പറഞ്ഞേ. ഞാൻ ആ ചെക്കനോട് പറയാൻ, ഞാൻ നാളെ ഇടാൻ പോകണം, എനിക്കിവിടെ ഒരു ആളെ കാണാനുണ്ട്, എൻ്റെ ഒപ്പം വർക്ക് ചെയ്യണ ഒരാളുടെ വീട്ടിൽ പോകാണ്ട്, അപ്പോൾ നാളെ രാവിലെ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ വെറുതെ ട്രിക്ക് പറഞ്ഞ് അവിടെ നിന്ന് ആ ബെഡ്റൂമിൽ. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഞാൻ ഒരു ജീവനോടെ ഉണ്ടോ മണ്ണടിഞ്ഞ ഒന്നും അറിയില്ല. അതാ പറഞ്ഞേ, യോഗസ്യ ഗുണതോ പണിതോ എന്ന് പറഞ്ഞേക്കണേ. യോഗം കൊണ്ട് നമ്മൾക്ക് കിട്ടിയ അപ്പം പണിയണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ സംസ്കൃതത്തിൻ്റെ അർത്ഥം. പിന്നെ വേറൊന്നുണ്ട്, സന്ദർഭോചിത ഗുണതോ പണിതോ എന്ന്. ഇതൊക്കെ ഞാൻ പണ്ടും പറയാറുള്ളതാണ്. സന്ദർഭം ഒത്തു വന്നാലും പണിതോളാൻ. എല്ലാവർക്കും കിട്ടില്ല, ചിലവരുടെ ശരിയാവും. ആ കോഴിക്കോട് കല്ലായി ഞാൻ മറക്കൂല. പിന്നെ ഞാൻ ഫയലൊക്കെ ട്രെയിനിനൊക്കെ പോകലുണ്ട്. കല്ലായി റെയിൽവേ സ്റ്റേഷൻകാരൻ പറഞ്ഞത്തെ അടിയും ഈ തള്ളനെ ഓർക്കും. അടുത്ത വീഡിയോ നാളെ ഈ നേരത്ത്. നമസ്കാരം.